സർ, നമ്മുടെ മുൻ MLA CPM നേതാവ് എന്ന് പറഞ്ഞുകൂടാ, ഇപ്പോൾ അദ്ദേഹത്തെ തരം താഴ്ത്തിയിരിക്കുകയാണ്. നേരത്തെ അദ്ദേഹം ജില്ലാ നേതാവായിരുന്നു, ഇപ്പോൾ ഒരു ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തപ്പെട്ട മുൻ MLA ശ്രീ PK ശശി അദ്ദേഹം KTDC ചെയർമാൻ സ്ഥാനം രാജിവെച്ചിരിക്കുകയാണ്. ഇപ്പോൾ കേൾക്കുന്ന ഒരു വാർത്ത, അദ്ദേഹം ഒറ്റപ്പാലത്ത് നിന്ന് UDF സ്വതന്ത്രനായിട്ട് നിയമസഭയിലേക്ക് മത്സരിക്കും എന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അത് ഇന്നലെയും ഇന്നുമായിട്ട് വലിയ രീതിയിൽ കേരളത്തിൽ ആ വാർത്ത പ്രചരിക്കുന്നുണ്ട്. ചാനലുകളൊക്കെ അത് എടുത്തിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച് ചർച്ചകളും വിവാദങ്ങളും ഒക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതാനും ദിവസം മുമ്പാണ് ഇതുപോലെ മുൻ MLA ദേവികുളം മുൻ MLA രാജേന്ദ്രൻ CPM വിട്ടിട്ട് BJPയിലേക്ക് ചേർന്നത്. അതുപോലെ തന്നെ CPMൻ്റെ അനിഷേധ്യനായ ചെന്താരകമെന്നും വിപ്ലവ സൂര്യനെന്നുമൊക്കെ വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന നമ്മുടെ VS അച്യുതാനന്ദൻ, അദ്ദേഹത്തിൻ്റെ സന്തത സഹചാരിയായ സുരേഷ് മലമ്പുഴയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കും എന്ന് കേൾക്കുന്നു. എന്താണ് CPMൽ നിന്ന് നേതാക്കൾ ഇങ്ങനെ അടപടലം BJPയിലേക്കും കോൺഗ്രസിലേക്കും പോയിക്കൊണ്ടിരിക്കുകയാണോ? എന്താണ് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അല്ല, ഈ അവിടെ CPMനുള്ളിൽ പലർക്കും ഇപ്പോൾ ഒരു പുത്തൻ ഒരു ബോധോദയമാണ്. ഈ പാർട്ടിക്ക് നമ്മൾ പറഞ്ഞിരുന്നതായ ഒരു കേഡർ സ്വഭാവം നഷ്ടപ്പെട്ടതിൻ്റെ അലവലികൾ നമ്മൾ കുറച്ച് ദിവസങ്ങളായി കണ്ടുകൊണ്ടേ വരിക. അതിൻ്റെ ഒരു പ്രതിഫലനങ്ങളാണ്. അതായത് ചിലരൊക്കെ ഈ പാർട്ടിക്ക് അതീതമായി ഉയരാൻ കഴിയുമെങ്കിൽ തനിക്ക് മാത്രം എന്ന് പറയുന്ന പിണറായി വിജയൻ്റെ ഒരു ബോധ്യമുണ്ട്. അതേ ബോധ്യം ചെറിയ അളവിൽ ഉൾക്കൊള്ളുന്നവരാണ് ഈ പറഞ്ഞ രാജേന്ദ്രനും ശശിയും ഒക്കെ തന്നെ അങ്ങനെ ഒന്നവരാണ്. അതായത് പിണറായി വിജയൻ പോളിറ്റ് ബ്യൂറോയ്ക്കും അതീതനായി വളർന്നു. അപ്പോൾ ശശി ജില്ലാ കമ്മിറ്റിക്ക് അതീതനായി വളർന്നു. രാജേന്ദ്രൻ ഇടുക്കി ജില്ലാ കമ്മിറ്റിക്ക് അതീതനായിട്ട്. ഞങ്ങളെ ചോദ്യം ചെയ്തുകൂടാ എന്ന് പറയുന്ന തലപ്പത്തിരിക്കുന്ന ആളിന്റെ അതേ സ്വഭാവം അല്പം കൂടി കുറഞ്ഞ അളവിൽ കാണിക്കുന്ന, അതിനെ കൃത്യമായി മാതൃകയാക്കുന്ന ഇവരാണ്. ചോദ്യം ചെയ്യാൻ ഇവർക്ക് താല്പര്യമില്ല. അതുകൊണ്ടാണ് ഇവർ പലപ്പോഴും പല കേസുകളിൽ ചെന്ന് പെടുന്നത്. അതിന്റെ സത്യാവസ്ഥയും പിന്നെ അതൊക്കെ മാറ്റി നിർത്താം. നമുക്ക് അത് പിന്നീട് തീരുമാനിക്കട്ടെ. പിന്നെ പരാതികളുള്ളവർ പറയാം. PK ശശിക്കെതിരെ ഒരുപാട് ആക്ഷേപങ്ങളും ആരോപണങ്ങളും അത് സാമ്പത്തിക ആരോപണങ്ങൾ ഒരു വശത്തുണ്ട്, അല്ലാത്ത സദാചാര സംബന്ധമായ വിഷയങ്ങൾ വേറൊരു വശത്തുണ്ട്. ഇതൊക്കെ ഉണ്ട്. പക്ഷെ ഒരുപാട് നാള് ശശിയെ പാർട്ടി സംരക്ഷിച്ചു എന്നുള്ളതും നമ്മൾ മറക്കാൻ പാടില്ല. അത് ആദ്യം മറന്നുകൂടാത്തത് ഇവരാണ്. കാരണം ഇവരാക്കിയത് എന്താ ഈ പാർട്ടിക്കാർ തന്നെയാണ്, ഇല്ലെന്നൊന്നും പറയണ്ട. പക്ഷേ എക്കാലത്ത് ഈ അധികാരം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. കാരണം വെച്ചാൽ നമുക്കൊരിക്കലും പെട്ടെന്നൊന്നും വിട്ടുപോകാനുള്ള സാധ്യതയില്ല അതിനകത്ത്. അത് ഒരിക്കൽ കിട്ടിക്കഴിഞ്ഞാൽ അത് ഒരിക്കൽ ആ കസേര ഒരു കസേര തന്നെയാണ്. അപ്പോൾ ഇവരെല്ലാം ആ കസേരയിൽ എഴുതുപോയി. അതിൻ്റെ സുഖ സംവിധാനങ്ങൾ അനുഭവിച്ചു പോയി. അതിൽ നിന്നുള്ള ലാഭം കൊയ്തു പോയി. അത് സുപ്രഭാതത്തിൽ ആ വരവ് നിലയ്ക്കുമ്പോൾ സ്വാഭാവികം ഇതൊരു ജനസേവനമൊന്നുമല്ല വാസ്തവത്തിൽ. ഇപ്പോൾ പലർക്കുമല്ല. അത് ഇവരിനി കോൺഗ്രസിൽ പോയാലും കോൺഗ്രസിൽ നിന്ന് ഇങ്ങോട്ട് വന്നാലും ചില അപൂർവം ആൾക്കാരെ അത് അങ്ങനെ കൊണ്ടു നടക്കുന്ന അപൂർവം ചില ആൾക്കാരുള്ളൂ. ഇവിടെ നമ്മൾ ഇതിനകത്ത് കാണേണ്ട ഒരു വസ്തു എന്ന് പറയുന്നത്, മലമ്പുഴയിൽ സുരേഷ് മത്സരിക്കുമ്പോഴും അല്ലെങ്കിൽ ഇദ്ദേഹം ഒറ്റഭാഗത്ത് കോൺഗ്രസ് പിന്തുണയോടെ മത്സരിക്കുമെന്നാണ് പറയുന്നത്. ഇവരെല്ലാം പറയുന്നൊരു കാര്യമുണ്ട്, നാളെ എന്ത് സംഭവിക്കുമെന്ന് അറിയാൻ പറ്റില്ല. വലിയ തത്വചിന്തയാണ് ഇവർ ഈ പറയുന്നത്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, CPMന് ഇത് കഷ്ടകാല സമയമാണ്. തർക്കമൊന്നും വേണ്ട. കാരണം പാർട്ടി ശരിക്കും ഉപ്പുവച്ച കലം പോലെ അലിഞ്ഞലിഞ്ഞ് ഒന്ന് പിന്നെ ഭരണവിരുദ്ധ വികാരം വലിയ തോതിൽ ആഴത്തിൽ അലയടിക്കുന്ന ഒരു കാര്യം. കൈപ്പിടിയിലുണ്ടായിരുന്ന മലമ്പുഴ പോലെയുള്ള സീറ്റ് പോലും നഷ്ടപ്പെടാനുള്ള സാഹചര്യമാണ് തെളിഞ്ഞു വരുന്നത്. സാർ, അവിടെ ഒരു ചോദ്യമുണ്ട്. അത് മലമ്പുഴയിൽ ഒരു അട്ടിമറി അങ്ങനെ നടക്കാനുള്ള സാധ്യത നമുക്ക് വോട്ടിന്റെ കണക്ക് വെച്ച് നമുക്ക് പറയാൻ പറ്റും. കാരണം പറയുന്നത് ഇപ്പൊ 2021 പിന്നെ മാർജിൻ 25,000 ചില്ലുവാരമായിരുന്നു. അതായത് കൃഷ്ണകുമാറിന് 50,000, 75,000 പേരെ വോട്ടുകൾ CPM കാൻഡിഡേറ്റിന്, കോൺഗ്രസിന് 35,000. അപ്പൊ ഇതാണ് 35, 50, 70, ഭൂരിപക്ഷം 25. ഇനി 2016 VS മത്സരിക്കുന്ന സാഹചര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അന്ന് VS ആയതുകൊണ്ടാകണം കൃഷ്ണകുമാറിന് 46 കിട്ടുന്നത്, VSന് 73. ഇവിടെ കുറഞ്ഞത് അവിടെ പിടിച്ചുകൊണ്ട് പോയി. പിന്നെ കോൺഗ്രസിന് 35. അതായത് കോൺഗ്രസിന് അവിടെ സ്ഥിരമായി 35,000 വോട്ടുണ്ട് കിട്ടും എന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം. BJPക്ക് 50,000 വോട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം. ഈ സാഹചര്യത്തിൽ ഈ മനുഷ്യൻ സുരേഷ് അവിടെ നിന്ന് കഴിഞ്ഞാൽ
VS-നോട് പിന്നെ ഇത് നല്ല പാർട്ടി മണ്ഡലമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും മലമ്പുഴ ഉറച്ച പാർട്ടി മണ്ഡലം VS-നോട് ഒരു പ്രത്യേക മമത ഉണ്ടായിരുന്ന മണ്ഡലമാണ്. VS-ന് വലിയ സ്വാധീനം ഉണ്ടായിരുന്ന മണ്ഡലമാണ്. വളരെ പ്രഗത്ഭരായ ആൾക്കാർ അവിടെ വന്നു ജയിച്ചവരുണ്ട്, പഴയ നേതാക്കളുണ്ട്. അങ്ങനെ എന്തുകൊണ്ട് ഇതൊരു കമ്മ്യൂണിസ്റ്റ് മണ്ഡലമാണ്. അപ്പൊ അങ്ങനെ ഉള്ളപ്പോഴും ഇദ്ദേഹത്തോട് പാർട്ടി അനീതി കാണിച്ചു എന്ന് പറയുന്ന അങ്ങനെ ഉറച്ചു വിശ്വസിക്കുന്ന ആൾക്കാർ ഉള്ള മണ്ഡലവും കൂടിയാണ്. അത് VS-നോടുള്ള സ്നേഹം അത് സുരേഷിലേക്ക് പകർന്നു നൽകിയാൽ, അത് വോട്ടായി മാറിയാൽ, അവിടെ BJP-ക്ക് 50,000 വോട്ടുണ്ട്, കോൺഗ്രസിനോട് 10-15 വോട്ട്, അവിടെ എപ്പോഴും 35,000 വോട്ട് വെക്കാം. അപ്പൊ അങ്ങനെ വന്നാൽ ഒരു 15ഓളം വോട്ടുകൾ ഇദ്ദേഹത്തിന് അധികം പിടിക്കാൻ പറ്റിയാൽ CPM-ന് അത് വലിയ വെല്ലുവിളിയാണ്. വെല്ലുവിളി എന്നുള്ളതല്ല, CPM ആര് ജയിച്ചാലും നിസ്സാര വോട്ടുകളാണ്. അതിനിടയിൽ എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു 50,000 എത്തി നിൽക്കുന്ന BJP-ക്ക് വിജയ സാധ്യത വലിയതാണ്. ഒരു 3,000-ഓ 4,000-ഓ കൂടി വോട്ടിന്റെ വ്യത്യാസം. ആര് ജയിച്ചാലും 3,000 ഒന്നും വരില്ല. ഈ സ്ഥിതിയിലാണ്, ഇതാണ് കാൻഡിഡേറ്റ്സിന്റെ പിന്നെ രീതിയെങ്കിൽ സുരേഷ് മത്സരിക്കുന്നു, VS-ന്റെ മകനോട് വരാതിരിക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹം മത്സരിക്കുന്നു എന്നൊരു സാഹചര്യം ഉരുത്തിരിഞ്ഞു വന്നാൽ അത് BJP ഒരു സ്റ്റെപ്പ് ഒന്ന് ഏതെങ്കിലും സാഹചര്യത്തിൽ വയ്ക്കാൻ കഴിഞ്ഞാൽ അത് ഗുണകരമായി മാറും. അത് BJP കയ്യിലിരിക്കുന്ന, ഏറെക്കാലമായി കയ്യിലിരിക്കുന്ന ഒരു മണ്ഡലം CPM-ൽ നിന്ന് പോകും. ഇനി ഇതേ സാഹചര്യം തന്നെയായിരിക്കാം ഒരുപക്ഷെ ദേവികുളത്തും സംഭവിക്കുക. ദേവികുളത്ത് പിന്നെ ഇദ്ദേഹത്തിന് നമ്മൾ നിസ്സാരമായി കാണേണ്ട ആളൊന്നുമല്ല രാജേന്ദ്രൻ. ഈ പറഞ്ഞതുപോലെ ആരോപണങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ പുറത്തുമുണ്ട്, വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ അദ്ദേഹത്തിന്റെ പുറത്തു. പക്ഷെ അവിടെ ഈ രാജേന്ദ്രൻ പാർട്ടി CITU ഇവരൊക്കെ തമ്മിൽ വലിയ വടംവലിയായിരുന്നു ദേവികുളത്ത്. അതെ, അവിടെയും എപ്പോഴും അവിടെ കുറച്ച് കർഷകര്, മലയോര കർഷകർ, തൊഴിലാളികളുള്ള സ്ഥലമാണ്. പാർട്ടി വോട്ടുകളുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. തോട്ടം തൊഴിലാളികളുണ്ട്. പക്ഷെ ആ തോട്ടം തൊഴിലാളികളുടെ ഇടയിൽ രാജേന്ദ്രന് വ്യക്തമായ സ്വാധീനമുണ്ട്. അതാണ് ചെറിയ അല്ലറ ചില്ലറ നമ്മളീ പറയുന്ന പോലെ ഈ ഔട്ടർ സർഫസിലുള്ള ചില പ്രശ്നങ്ങളൊന്നും ഈ തൊഴിലാളികളെ ബാധിക്കില്ല. ഉപരിപ്ലവമല്ല, ആഴത്തിലുള്ള ഒരു ബന്ധം ഇയാൾക്കുണ്ട്. ആ ബന്ധം നോക്കി സാർ അവിടെ മറ്റൊരു വിഷയം കൂടെ ഉണ്ട്. ഈ പെമ്പിളൈ ഒരുമ എന്ന് പറഞ്ഞൊരു ഒരു ഗ്രൂപ്പ് അവിടെ ഉണ്ടായി വന്നു. ഒരു സ്ത്രീകളുടെ ഒരു കൂട്ടായ്മയാണ്. അത് CPM-ന് വലിയ വെല്ലുവിളിയായിരുന്നു. MM മണിയൊക്കെ അതിരൂക്ഷമായി മ്ലേച്ഛമായ ഭാഷയിലാണ് അവരെ പിന്നെ എന്താ പറയാ ചീത്ത പറഞ്ഞത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ എനിക്കൊന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും പെമ്പിളൈ ഒരുമൈ കോൺഗ്രസിനെ പിന്തുണച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, UDF-നെ പിന്തുണച്ചു. അപ്പൊ ഇക്കുറിയും അങ്ങനെ ഒരു സാഹചര്യം അവിടെ വന്നാൽ ഈ പറഞ്ഞതുപോലെ അവിടെ CPM തോക്കുകയും ഒരുപക്ഷെ കോൺഗ്രസ് ജയിക്കുകയോ BJP ജയിക്കുകയോ ഉറപ്പായും. അതായത് CPM-ന്റെ കക്ഷത്ത് അവർ കുറെ നാളുകളായി വെച്ചുകൊണ്ടിരിക്കുന്ന സീറ്റുകളിൽ പോവാൻ സാധ്യതയുള്ള 3 നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒറ്റപ്പാലം, മലമ്പുഴ, ദേവികുളം. നമ്മൾ ഇതൊക്കെ തോറ്റ് കഴിയുന്നതുവരെ ഈ ഗോവിന്ദനെ പോലുള്ള ആൾക്കാർ സമ്മതിക്കില്ല. പക്ഷെ കണക്കുകൾ നിർത്തിയാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. CPM തോറ്റാലും സമ്മതിക്കില്ല. അപ്പൊ ഇത് കണക്കുകൾ നിർത്തിക്കൊണ്ടാണ് നോക്കാൻ പറ്റും. ഇവിടെ ഒറ്റപ്പാലത്ത് സ്ഥിതി. ഒറ്റപ്പാലത്തും ഇത് പിന്നെ CPM-ന്റെ കയ്യിൽ നിന്ന് പോകാനുള്ള സാധ്യതയുണ്ട്. അത്ര ഒരു 4,000, 5,000, 7,000 വരെയുള്ള മാർജിൻ വരുമ്പോൾ ഉണ്ടല്ലോ, ഇത് ഇങ്ങനെ കാൻഡിഡേറ്റ് കൂടി വന്ന് ഇടയിൽ നിന്ന് കഴിഞ്ഞാൽ സ്വാഭാവികം BJP പിടിക്കേണ്ട BJP പിടിച്ചോണ്ട് പോകും. ഫൈറ്റ് ഒരു പക്ഷേ കോൺഗ്രസും പിന്നെ CPM തമ്മിലാവും. CPM പോകും സ്വാഭാവികമായിട്ടും. ഇവർക്ക് ഈ ശശിക്ക് എന്ന് പറയുന്ന ആൾക്കും അവിടെ വോട്ടുണ്ട്. അല്ല, ശശിക്ക് താഴെത്തട്ടിൽ സ്വാധീനമുള്ള നേതാവാണ്. പിന്നെ അദ്ദേഹം ഈ പറഞ്ഞതുപോലെ ഈ പാർട്ടി ഒരു പരിധി കഴിഞ്ഞാൽ എന്നെ ചോദ്യം ചെയ്തുകൂടാ എന്ന് ചില ആൾക്കാർക്ക് പിന്നെ ഒരു ധാരണ മനസ്സിൽ ഉരുത്തിരിഞ്ഞു വരും. അപ്പൊ അങ്ങനെ വരുന്ന ധാരണയിൽ ആണ് ഇവര് പാർട്ടി ചോദ്യം ചെയ്ത് തുടങ്ങുന്നത്. സ്വാഭാവികമായിട്ടും പാർട്ടിക്ക് അത് ഉൾക്കൊള്ളാനും കഴിയില്ല. ഇവർ പുറത്തേക്ക് പോകുന്നു. പുറത്തേക്ക് പോകുമ്പോൾ ഇപ്പോൾ അവർക്കൊരു സേഫായിട്ട് പുറത്ത് പോയുള്ള സാഹചര്യം ഇപ്പോൾ പല പാർട്ടികളും BJP ഇങ്ങോട്ട് വരാം, ഇവിടുന്ന് പറയാം, അവിടെ കയറാം. ആ സാഹചര്യം ഇപ്പോൾ കേരളത്തിൽ നിലവിലുണ്ട്. ഇനി ഇവരെല്ലാം എനിക്കോളൂ ശശി പുതിയൊരു പാർട്ടി ഉണ്ടാക്കി നിൽക്കുമെന്നാണ് പറയുന്നത്. അത് വീണ്ടും ഒരു സംഭവമാണ്. നാളെ കോൺഗ്രസിന് എന്തെങ്കിലും പിന്നെ സംഭവിച്ചാൽ അതൊന്ന് പിടിച്ചുവിട്ടിട്ട് ഇപ്പുറത്ത് കയറാം. അത് നമുക്കിപ്പോ രാജേന്ദ്രനില്ലേ, നാളെ ശശി പോലും പറയാൻ പറ്റുമോ? ഒരിക്കലും പറയാൻ പറ്റില്ല. അങ്ങനെ പറയാൻ പറ്റില്ല. എത്ര അല്ല, അതൊക്കെ രാഷ്ട്രീയമാണ്, അത്രേ ഉള്ളൂ. അബ്ദുള്ള കുട്ടി പോയില്ലേ, പിന്നെ സാക്ഷാൽ MP രാഘവൻ കൊണ്ട് പോയില്ലേ, ഗൗരിയമ്മ പുതിയ പാർട്ടി ഉണ്ടാക്കിയ കോൺഗ്രസിനെ. നിങ്ങൾ കോൺഗ്രസിൽ ലയിച്ചാലും ഇല്ലെങ്കിലും കോൺഗ്രസിനോടൊപ്പം നിന്ന് ആ മന്ത്രിസ്ഥാനം സ്വീകരിക്കാന്ന് പറഞ്ഞാൽ അത് ഒരു പാർട്ടി എനിക്ക് തോന്നുന്നു അതൊരു CPM വിരുദ്ധ രാഷ്ട്രീയത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. അതാണ് CPM വിരുദ്ധ രാഷ്ട്രീയം. അതാണ്. അപ്പൊ അങ്ങനെ ഇപ്പൊ അൽഫോൺസ് കണ്ടെത്താൻ അതിപ്പോ BJP പോയാലും കോൺഗ്രസിൽ പോയാലും കൃത്യമായിട്ടും അതൊരു CPM വിരുദ്ധ രാഷ്ട്രീയം. സാർ ഇവിടെ അത് വെച്ചിട്ടാണ് ഞാൻ ആദ്യമേ ചോദിച്ചത്, കേരളത്തിൽ CPM-ന്റെ കാൽച്ചുവട്ടിലെ മണ്ണൊലിച്ചു പോവുകയാണോ? ഉറപ്പല്ലേ. അതുകൊണ്ടല്ലേ ഇപ്പൊ പറഞ്ഞത് ഞാൻ മത്സരിക്കാനില്ലെന്ന് ഒരാൾ
ഇതൊക്കെ നമുക്ക് ഞാനിത് കണ്ടിട്ടില്ല ഈ പാർട്ടിക്കകത്ത്. ശിവൻകുട്ടി പറഞ്ഞാൽ ഞാൻ നിയമത്തിൽ മത്സരിക്കാനില്ല, അത് പറയേണ്ട പാർട്ടിയല്ലേ ഇത്. പിന്നെ നമ്മുടെ ബാലൻ അവിടെ നിന്നൊരു കാര്യം പറയുന്നു, സജി ചേരാനോട് വേറെ എന്തോ പറയുന്നു. ഇങ്ങനെ മുക്കിലുള്ള കുറെ നേതാക്കന്മാര് പിന്നെ പണ്ട് അങ്ങനെ ഇല്ലായിരുന്നു. പണ്ട് വളരെ കൃത്യമായിട്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പാർട്ടി സെക്രട്ടറി പറയും. ജില്ലാ സെക്രട്ടറി പോലും ഒരു മാധ്യമങ്ങളുടെ മുന്നിൽ വാതുറന്നിരുന്നില്ല. ഇപ്പൊ സെക്രട്ടറിക്ക് പോലും നാക്കില്ലാത്ത കണ്ടീഷനാണ്, ഒറ്റയാൾക്ക് നാക്കുള്ളൂ. അതെങ്കിൽ അയാളെങ്കിലും പറയാൻ സമ്മതിക്കേണ്ടവര്. അപ്പൊ ഇതൊക്കെ അവിടെ ഇങ്ങ് നിന്ന് വരുന്ന ഇത്തരം ശബ്ദങ്ങൾ സൂചിപ്പിക്കുന്നത് ഈ പാർട്ടി ഇനി പിടിച്ചാൽ കിട്ടില്ല, പിടിച്ചു നിൽക്കില്ല, ആര് പിടിച്ചാലും നിൽക്കില്ല. അത് ഇളകി കഴിഞ്ഞിരിക്കുന്നു. ആ ഇളകി കഴിഞ്ഞ അടിത്തറ അതിന്റെ ഒച്ചകൾ, ഓരോ കല്ലിളകി വീഴുന്നതിന്റെ ഒച്ചകളാണ് ഞാൻ മത്സരിക്കുന്നില്ല. പിന്നെ ചില സാഹചര്യങ്ങൾ എടുത്ത് പറയുന്നത് എന്ത് ആവശ്യമില്ലാത്ത കമന്റ്. ഒരു പൊതു ഇഷ്യൂ വരുമ്പോൾ CPM സ്വഭാവം അനുസരിച്ചിട്ട് ആ ഇഷ്യൂവിന്മേൽ ഒരു അഭിപ്രായം പറയേണ്ടത് പാർട്ടി സെക്രട്ടറിയാണ് വാസ്തവത്തിൽ. അല്ല, കോൺഗ്രസിൽ ഇത്തരത്തിലൊരു അച്ചടക്കമൊന്നുമില്ല. അവിടെ നേതാക്കൾ എല്ലാവരും ഈ പറയുന്നത് പോലെ വ്യക്തിപരമായ അഭിപ്രായമൊക്കെ പറയും. അങ്ങനെയില്ല. ഇപ്പൊ തന്നെ ഈ ഒടുവിൽ നമ്മുടെ സച്ചിദാനന്ദൻ പറഞ്ഞപ്പോഴും അത് ഉടനെ വീട്ടിൽ പോയി കണ്ടു പ്രേംകുമാർ ഇപ്പോ അക്കാഡമി ചെയർമാൻ. സർ, അതും ഒരു നമ്മൾ ചർച്ച ചെയ്യേണ്ടിയിരുന്ന ഒരു വിഷയമാണ്. ഞാൻ ഇതിന്റെ കൂട്ടത്തിൽ ചോദിക്കുന്നതാണ്, ഈ പ്രേംകുമാർ കഴക്കൂട്ടത്തുനിന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകാൻ സാധ്യതയുണ്ട് എന്ന് കേൾക്കുന്നു. സാധ്യതയുണ്ട്, പക്ഷെ കോൺഗ്രസ് സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടി അവിടെ ശ്രമിച്ചുകൊണ്ടിരുന്ന ചിലർ ചില പ്രശ്നങ്ങൾ അവിടെ അല്ലാതെ വേറെ മത്സരിക്കാൻ സാധ്യതയില്ലാത്ത ചിലരും കൂടിയുണ്ട്. അല്ല, എനിക്ക് നേരത്തെ ഞാൻ അറിഞ്ഞത് അവിടെ ഒരു ചെറുപ്പക്കാരൻ അഖിൽ എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരന്റെ പേര് വളരെ കാര്യമായിട്ട് കേട്ടിരുന്നു. ഉമ്മൻചാണ്ടിയുടെ ഗ്രൂപ്പിലൊക്കെ ആയിരുന്ന ആളാണ്. പക്ഷെ നന്നായിട്ട് സംസാരിക്കുകയും നല്ല രീതിയിൽ അവിടെ കഴിഞ്ഞ 5 വർഷമായിട്ട് കഴക്കൂട്ടത്ത് നിന്ന് പ്രവർത്തിക്കുന്ന ഒരാളാണ് ഈ അഖിൽ. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ പ്രേംകുമാറിന് അവിടെ ഒരു സാധ്യതയുണ്ട്. സാധ്യത ഉണ്ടോ എന്ന് വെച്ചാൽ ഈ നമ്മൾ പ്രേംകുമാറിന്റെ എന്ന മനുഷ്യനെ നമ്മൾ ഈ അഭിനയ മേഖലയിൽ നിന്ന് മാറ്റിയ ചില സത്യങ്ങൾ അദ്ദേഹം പറയുന്നതാണ്. ദൂരദർശനിലെ സീരിയലുകളുടെ ഒരു പിന്നെ നിലവാരത്തിൻ്റെ കുറിച്ച് അഭിപ്രായം പറഞ്ഞു, അത് കൃത്യമായി പറഞ്ഞു. പക്ഷേ നാളിതുവരെ ഞാൻ വളരെ സൂക്ഷ്മമായി അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജ് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകളും ബോഡി ലാംഗ്വേജും പാർട്ടിക്കെതിരെ ശക്തമായിട്ട് അദ്ദേഹം ആദ്യമായിട്ടാണ്. അദ്ദേഹത്തെ നിങ്ങൾക്ക് അടുത്തറിയാവുന്ന ആൾക്കാർക്കറിയാം, അതോട് സൗമ്യനാണ്. മറ്റൊന്നും അദ്ദേഹം എത്ര പ്രകോപിപ്പിച്ചാലും വളരെ സൗമ്യനാണ്. അദ്ദേഹം വളരെ കടുത്ത ഭാഷയിൽ അക്കമിട്ട് നിരത്തിയാണ് പാർട്ടിയെ അദ്ദേഹം പ്രതിരോധത്തിലാക്കിയത്. അപ്പോൾ അല്ല, അത് മാത്രമല്ല, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ അദ്ദേഹം അവിടെ പ്രചാരണത്തിന് പോയില്ല. ആശാസമരത്തിൽ അങ്ങിപ്പോൾ പറഞ്ഞതുപോലെ പാർട്ടിയെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കിക്കൊണ്ട് ശക്തിയുക്തം ചോദ്യങ്ങൾ ഉന്നയിച്ച് രംഗത്ത് വന്ന ആളാണ്. അങ്ങനെ മാത്രമല്ല, ചലച്ചിത്ര അക്കാദമിയിൽ തന്നെ വളരെ ദുഷ്പ്രവണതകളെ അദ്ദേഹം എതിർക്കുകയും അതിനെ അവസാനിപ്പിക്കുകയും ചെയ്ത ആളാണ്. അതുപോലെ IFFK വിവാദങ്ങളൊന്നുമില്ലാതെ ഒരുവിധം ഭംഗിയായിട്ട് നടത്തി വിജയിപ്പിച്ച ആളാണ്. അതൊക്കെ കൊണ്ടാണ് ഈ പറഞ്ഞതുപോലെ രഞ്ജിത്ത് ചെയർമാൻ സ്ഥാനത്ത് നിന്നൊരു പ്രത്യേക സാഹചര്യത്തിൽ മാറിയപ്പോൾ ഇദ്ദേഹത്തിന് ആ ചുമതല, എന്നാൽ പ്രേംകുമാർ അതിൻ്റെ ചുമതല വഹിച്ചു കൊള്ളട്ടെ, ചെയർമാന്റെ ചുമതല കൂടെ വഹിക്കട്ടെ എന്നൊരു തീരുമാനം പാർട്ടി എടുത്ത. പക്ഷെ അവിടെ നമ്മൾ കാണേണ്ട കാര്യം അദ്ദേഹം തെറ്റിന് തെറ്റെന്ന് പറഞ്ഞു എന്നുള്ളതാണ്. അല്ല, ഇത് പിന്നെ ഒരാളെ ഒരു സ്ഥാനത്ത് നിന്ന് നീക്കുമ്പോൾ മതിയായ കാരണങ്ങൾ നിരത്തണം. ആ ഫെസ്റ്റിവലിന്റെ ഇടയാണ് ഇദ്ദേഹത്തിന് ഒരു സുപ്രഭാതത്തിൽ നേരെ ഇരുട്ടി വെളുത്തപ്പോൾ വന്നു കയറി. എന്നിട്ട് അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റിയോ? അത് ചെയ്യാൻ കഴിഞ്ഞില്ല. ഏറെ കഴിവില്ലാത്ത ഒരാളെന്നല്ല ഞാൻ പറയുന്നത്. ഏറെ പ്രേംകുമാറിനെ പോലെ അല്ല, അദ്ദേഹത്തിന് ഒരുപാട് തിരക്കുകൾ, മറ്റു തിരക്കുകളുണ്ട്. ഈ നാട്ടിലൊതുങ്ങി മാത്രം ജീവിക്കുന്ന ഒരാളല്ല അദ്ദേഹം. അയാൾ അന്താരാഷ്ട്ര തലത്തിൽ തിരക്കുകളുടെ ഒരു ജിയോ പേഴ്സണാലിറ്റിയാണ്. അപ്പൊ അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു സ്ഥാനം കൊണ്ട് നടക്കാൻ പറഞ്ഞാലേ വലിയ ബുദ്ധിമുട്ടാണ്. ആ ബുദ്ധിമുട്ടാണ് ഈ പ്രവർത്തനങ്ങളിൽ കണ്ടത്. അത് വളരെ കൃത്യമായി കൊണ്ടുപോകുന്ന ഒരാളായിരുന്നു പിന്നെ പ്രേംകുമാർ. പക്ഷെ അദ്ദേഹത്തിന് ഇവർക്ക് ഉൾക്കൊള്ളാനായില്ല. അപ്പൊ എപ്പോ അതേസമയത്ത് സച്ചിദാനന്ദന് വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ സച്ചിദാനന്ദൻ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് വരുമോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. ഞാൻ കഴക്കൂട്ടത്തെ കാര്യം പറയുകയാണെങ്കിൽ പ്രേംകുമാർ അങ്ങനെ മത്സരിച്ചാൽ അവിടെയും ഈ പറഞ്ഞതുപോലെ BJP വലിയ വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് നിൽക്കുകയാണ്. 2ാം സ്ഥാനത്ത് വി മുരളീധരനാണ്. അവിടെ എത്രയോ വർഷമായിട്ട് കഴക്കൂട്ടത്തുകാർക്ക് എല്ലാം അറിയാം. CPM-ൽ ഒരുപക്ഷെ കടകംപള്ളി മത്സരിച്ചില്ലെന്ന് വരും. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ആരാണെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. പക്ഷെ BJP-യുടെ സ്ഥാനാർത്ഥി വി മുരളീധരനാണെന്ന് ആ മണ്ഡലത്തിൽ എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ 5 വർഷമായിട്ട് അദ്ദേഹം അവിടെ ഊണും ഉറക്കവും കളഞ്ഞ് പ്രവർത്തിക്കുന്നുണ്ട്.
അപ്പോൾ അങ്ങനെയാണെങ്കിൽ പ്രേംകുമാറിന്റെ വരവ് അവിടെ BJPയെ സഹായിക്കില്ലേ? പ്രേംകുമാറിന്റെ വരവ് മാത്രമല്ല, ഓൾറെഡി കഴക്കൂട്ടം BJPക്ക് എപ്പോഴും ഞാൻ പറയുന്ന പോലെ അല്ല. നമ്മൾ സാധാരണ നമ്മൾ പറയും സാധ്യതയില്ല നമ്മൾ പറയാറുണ്ട്. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. കഴക്കൂട്ടം മാറിക്കഴിഞ്ഞിരിക്കുന്നു. അത് വളരെ ഭംഗിയായിട്ട് നമുക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പ് കൂടെ കഴിഞ്ഞപ്പോൾ ഇനി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനത്ത് വന്നു. അപ്പോൾ അതൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത് വലിയ തോതിൽ അവിടെ മാറ്റം ഉണ്ട്. ഈ ഭരണവിരുദ്ധ വികാരങ്ങൾ വരുമ്പോൾ ഇദ്ദേഹം കൂടി നിന്ന് കഴിയുമ്പോൾ ഇദ്ദേഹം കഴക്കൂട്ടത്തുകാരനാണ്. അല്ല സാർ, ശരിക്കും 2014 മുതൽ എടുക്കുകയാണ്. 2014 O രാജഗോപാൽ ലോക്സഭയിൽ മത്സരിക്കുമ്പോൾ കഴക്കൂട്ടത്ത് ഒന്നാമതായിരുന്നു. അതെ. അത് കഴിഞ്ഞ് 2016 V മുരളി 2015 തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ BJPക്ക് ആദ്യമായിട്ട് അവിടുന്ന് ഒരു 4 വാർഡുകൾ കിട്ടുകയാണ്. അതിനുശേഷം 2016 V മുരളീധരൻ മത്സരിക്കുന്നു. ഏതാണ്ട് 46,000 42 എന്തോ, എന്തായാലും കടകംപള്ളിയായിട്ട് വെറും 4,000 വോട്ടിന്റെ എന്തോ. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോലും എനിക്ക് കൃത്യമായ കണക്കിൽ 50,000-ൽ പരം വോട്ടുകൾ കിട്ടിയ അവിടെ രാജ്യത്തെ സമയത്ത് കഴക്കൂട്ടം നിയമസഭാ മണ്ഡലത്തിൽ കിട്ടിയിരുന്നു. അപ്പൊ ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത് അവിടെയും BJPക്കുള്ള സാധ്യത വലിയ തോതിലുണ്ട്. ജനം ഇനി മാറി ചിന്തിച്ചില്ലെങ്കിൽ ഒരു പക്ഷേ അവിടെയും കയ്യിൽ സീറ്റ് ഉറപ്പായും തന്നെ പോകാനുള്ള സാധ്യത കണക്കുകൾ നിർത്തിയാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. കണക്കുകളല്ല. ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് കൂടെ വന്നതോടുകൂടി കടകംപള്ളിയുടെ ഇമേജ് മുഴുവനും നഷ്ടപ്പെട്ടു. അഴിമതിക്കാരനാണ്, അദ്ദേഹത്തിനെതിരെ സദാചാര വിരുദ്ധമായ ആക്ഷേപങ്ങൾ ഉയർന്നിരുന്നു. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉള്ളപ്പോഴും ജനം അദ്ദേഹത്തെ കൈവിട്ടിരുന്നില്ല. പക്ഷെ ഇപ്പോൾ ഈ ശബരിമല സ്വർണ്ണക്കൊള്ള വന്നതോടുകൂടി വലിയ പ്രതിസന്ധിയിലാണ്. ഞാൻ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഈ കഴക്കൂട്ടം വാർഡിലെ പല CPM പ്രവർത്തകരോട്, കോൺഗ്രസ് പ്രവർത്തകരോട് ഞാൻ സംസാരിച്ചിരുന്നു. അവരനുഭവിക്കുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ട്, ഒരു വീട്ടിൽ വോട്ട് ചോദിച്ച് ചെല്ലാൻ സാധിക്കുന്നില്ല. അവിടെ ചെല്ലുമ്പോൾ അവർ ആദ്യം ചോദിക്കുന്ന ചോദ്യം ശബരിമല സ്വർണ്ണക്കൊള്ളയാണ്. കടകംപള്ളി എപ്പോൾ അറസ്റ്റിലാവും? കടകംപള്ളിയെ ഇനിയും മത്സരിപ്പിക്കുമോ? ഇതൊക്കെയാണ് വോട്ടർമാർ ചോദിക്കുന്നത്. CPM എന്തിനിങ്ങനെ ഏറ്റവും കഴക്കൂട്ടത്തെ ഏറ്റവും തെക്ക് ഭാഗത്ത് കിടക്കുന്ന ഒരു വാർഡാണ് പേട്ട. ആ പേട്ടയിൽ പോലും, പേട്ടയിൽ ജയിച്ചത് CPM ആണ്, CPMന്റെ ഉറച്ച കോട്ടയാണ്. എങ്കിലും ഇടക്കാലത്ത് കോൺഗ്രസ് ജയിച്ചിട്ടുണ്ട്. പക്ഷെ അവിടെ ഈ SP ദീപക് എന്ന് പറയുന്ന സ്ഥാനാർത്ഥി വലിയ രീതിയിൽ അവിടെ പ്രതിരോധത്തിലായിപ്പോയി. അദ്ദേഹം, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ, ഒരു 4 ദിവസം പുറത്തിറങ്ങാതെ അദ്ദേഹം വീടിനുള്ളിൽ കഴിച്ചുകൂട്ടേണ്ട സ്ഥിതി വന്നു എന്നാണ് CPM പ്രവർത്തകർ തന്നെ പറയുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ കഴക്കൂട്ടം, ഒറ്റപ്പാലം, മലമ്പുഴ, അതുപോലെ ഈ ദേവികുളം, ഇവിടെയൊക്കെ CPMന് കാലിടറാൻ. മാത്രമല്ല ഇവിടെ പ്രേംകുമാറിന് അനുകൂലമായ മറ്റു ഘടകം കൂടിയുണ്ട്. പ്രേംകുമാർ പെട്ടെന്ന് ഒരു താരോദയമല്ല. കഴക്കൂട്ടത്ത് ഇദ്ദേഹത്തിന്റെ മുത്തച്ഛനോ അദ്ദേഹം ജനിച്ചു വളർന്ന സ്ഥലമാണ്. മാത്രമല്ല മുത്തച്ഛന്റെ അവർ നൽകിയ ഭൂമിയാണ് ഇപ്പൊ കാര്യവട്ടം കേരള യൂണിവേഴ്സിറ്റി ഇരിക്കുന്നത്. അങ്ങനെ വലിയ തോതിൽ പഴയ ആൾക്കാര് വൈദ്യൻകുന്നം എന്ന് പറയുന്ന പഴയ അതായിരുന്നു. അപ്പോൾ വലിയ തോതിൽ ഈ കുടുംബത്തിന്റെ മഹിമയെക്കുറിച്ച് നാട്ടുകാർക്ക് അറിയാവുന്ന സ്ഥലമാണ്. ഇപ്പോഴത്തെ ടെക്നോ പാർക്ക് പോകുന്ന പുതിയ വോട്ടേഴ്സിലൂടെ വരുന്നു ഒക്കെ ശരിയാണ്. പക്ഷെ എങ്കിലും ഇങ്ങനെ ഒരു പാരമ്പര്യം ഇതിനകത്തുണ്ട്. എല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ അതൊക്കെ എല്ലാ വോട്ടായി മാറിയില്ലെങ്കിലും അല്ല, അവിടെയും കോൺഗ്രസിന് ഈ പറഞ്ഞ പോലെ സ്ഥിരമായിട്ടൊരു 35,000 വോട്ട് ഉണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവിടെ BJPയുടെ വിജയം ഒരുപക്ഷെ കുറച്ചുകൂടി എളുപ്പത്തിലാണ്. തീർച്ചയായിട്ടും നമുക്ക് നോക്കാം. എന്തായാലും ഈ 4 മണ്ഡലങ്ങളെ കുറിച്ച് സ്ഥാനാർത്ഥികളും കൂടെ വന്നതിന് ശേഷം നമുക്ക് ഒരിക്കൽ കൂടി ഇരിക്കാം. ഈ വിഷയം ഒന്നുകൂടെ നമുക്ക് ചർച്ച ചെയ്യാം. ഇപ്പൊ നമ്മൾ PK ശശിയുടെ വരവും പോക്കുമായി ബന്ധപ്പെട്ടാണ് ഈ വിഷയം തുടങ്ങിയത്. വരട്ടെ, കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്ന് തെരഞ്ഞെടുപ്പൊക്കെ തീയതിയൊക്കെ പ്രഖ്യാപിച്ച് നോട്ടിഫിക്കേഷൻ വന്ന് സ്ഥാനാർത്ഥി നിർണയം കൂടെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് മടങ്ങി വരാം ഈ വിഷയമായി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.